ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ദേവൂസ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എൻ്റെ റോസാ ചെടികളും അതുപോലെ തന്നെ ബാക്കി പൂച്ചെടികളിലും വരുന്ന അപ്ഡേറ്റ്സ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പം എൻ്റെ റോസിലിതാ ഈ കാണുന്ന റോസിൽ നിറയെ ഫ്ലവർ എപ്പോഴും ഉണ്ട്. അതുപോലെ ഡാർക്ക് റെഡ്, അതായത് ബ്ലഡ് റെഡ് കളറെന്ന് പറയാം. ഈ വൈറ്റ് കളറിലും എപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഈ ഒരു സീസണിൽ കണ്ടു. അപ്പോൾ റോസിൻ്റെ വിശേഷം അതാണ്. മെലസ്റ്റോമത പൂത്ത് നിൽക്കുന്നു. റോസ് ബട്ടൺ റോസ് ഇതായി ഉണ്ടായി നിൽക്കുന്നു. വേറെ റോസ് ഇത് കുറച്ച് ഫ്ലവർ ഫെയ്ഡായി. അപ്പം റോസിൻ്റെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ. അത് അല്പം വെയിൽ കൂടിയപ്പോഴേക്കും എൻ്റെ ജർബറ പൂവ് തലകുത്തി നിൽക്കുകയാണ്. പിന്നെ അതാ കൊടുവേലി വെള്ളക്കൊടുവേലിയാണെന്നൊക്കെ പറയുന്നു, എന്തോ അറിയില്ല. മറ്റൊരു റോസ് മുട്ടിട്ട് നിൽക്കുന്നു. റോസുകളൊക്കെ മുട്ടുണ്ട്. കൊടുക്കുന്ന വളങ്ങളൊക്കെ ഏകദേശം നന്നായി തന്നെ ഫലിക്കുന്നുണ്ട്. അതുകൂടാതെ ബൊഗെയിൻവില്ലയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസണിലെ മെയിൻ അട്രാക്ഷൻ. അപ്പം വേറൊരു കാര്യം കൂടെ ചെയ്തു. ഇപ്പോൾ ഇത്രയും വിലയൊക്കെ കൊടുത്ത നമ്മൾ റോസാണെങ്കിലും ബൊഗെയിൻവില്ല ആണെങ്കിലും വാങ്ങിക്കുമ്പോൾ ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ ബൊഗെയിൻവില്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കി കുറച്ച് ട്രിക്സൊക്കെ മനസ്സിലാക്കി പിന്നെ റോസും വേര് പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ നമ്മുടെ ഈ ബൊഗെയിൻവില്ലകൾ കണ്ടുവോ, പലതരം ബൊഗെയിൻവില്ലകളുണ്ട് നമുക്ക്. ഇത് റൂബി റെഡാണ്, വേരിഗേറ്റഡ് ലീഫിൽ വരുന്ന റൂബി റെഡാണ്. അങ്ങനെ ഇതാ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു പ്രത്യേക തരത്തിൽ ഫ്ലവർ ഉണ്ടാവുന്നതാണ്. അപ്പം ഇത് മറ്റൊരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെ വിവിധ വെറൈറ്റി. ഇതൊരു പർപ്പിൾ കളറിൽ വരുന്നതാണ്. ഇതും ഇങ്ങനെ കട്ടിയായിട്ട് വരുന്ന ഫ്ലവറാണ്. ഇത് വേറൊരു ടൈപ്പ്, ഇതാ വേറൊരു ഫ്ലവർ. അപ്പോൾ ഇങ്ങനെ പല വെറൈറ്റി ബൊഗെയിൻവില്ലകൾ നമ്മൾ സ്വന്തമാക്കാനായിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, ഇനി മൾട്ടി കളറ് ഒരെണ്ണത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിൽ മൾട്ടി കളറുണ്ട്, ഇതിൽ ഓറഞ്ചും ഉണ്ട്, പിങ്കും ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങിക്കുമ്പോൾ നമുക്കതിനനുസരിച്ച് വില കൊടുക്കണം. അതുപോലെ ഈ വൈറ്റ് കണ്ടു, ഹവായ് വൈറ്റാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഭയങ്കര രസം എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ അറിയുമെങ്കിലും പക്ഷെ അത് പറഞ്ഞു പോകും. നമ്മളങ്ങനെ ശീലിച്ചു പോയി. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയം ജനിപ്പിക്കുന്നതെന്നാണ് അർത്ഥം എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഈ ഫ്ലവറിൻ്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാനിന്ന് അല്പം വെയിലത്താണ് ഇതെടുക്കുന്നത്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിയെ കൂടെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഞാനിതെടുക്കുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത കവറുകൾ പൊളിച്ചു മാറ്റിയപ്പോഴുണ്ടായിട്ടുള്ള വ്യത്യാസം കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ അടർന്ന ചെടിയാണ്. വാങ്ങിച്ചപ്പോൾ ഒരു 5 കളർ ഉണ്ടായിരുന്നു. ഫ്ലവറൊക്കെ കൊഴിഞ്ഞ് ഇതായിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചപ്പോൾ സാമാന്യം നല്ല വില കൊടുത്താണ് വാങ്ങിച്ചത്. അപ്പം നമുക്ക് ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട്, അതായത് ഇത്രയും വിലയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതിനെ സ്വന്തമാക്കാനുള്ള മാർഗ്ഗങ്ങൾ അന്വേഷിച്ചപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കുറച്ചൊക്കെ മനസ്സിലാക്കി ഞങ്ങളങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് കാണിക്കാവേ കൂട്ടുകാരെ. അപ്പോൾ ഇതാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടി കണ്ടു. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ സംഘടിപ്പിച്ചെടുത്തതാണ്. ഇതിനെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയും. നമ്മൾ ഇതിനെ ചെയ്യുന്നതിന് ഏത് തണ്ടിലാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ചെടിയെ. അപ്പോൾ അങ്ങനെ സംഘടിപ്പിച്ചെടുത്ത ഈ ചെടിയിൽ ഒരു 14ഓളം പോയിൻറ്റിൽ ഞാനിത് ചെയ്തു. പക്ഷേ 2-3 പോയിൻറ്റിൽ ഇതാ ഈ പോയിൻറ്റിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പം പറയാൻ വയ്യ. ഇത്രയും ഇലയൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ വെയിലത്തേക്ക് വെച്ച് ഇതിൽ പൂവുണ്ടായാലേ നമുക്കത് സക്സസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതാ ഈ ഒരു കമ്പ് ഇടും. ഈ കമ്പിനിൽ ഇവിടെ വെച്ചിട്ട് ആ കമ്പിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് പറയാത് പിടിച്ച് കിട്ടിയെന്ന് പറയാം. പക്ഷേ എന്നാലും അത് ഫ്ലവർ ചെയ്ത് ഇതിൽ എത്ര ഷെയ്ഡ് കളറുകൾ വരുന്നുണ്ടോ അത്രയുമാണ് നമ്മുടെ സക്സസ് ആയെന്ന് പറയാവുന്ന കാര്യങ്ങൾ. എന്നാലും ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയപ്പോൾ അതൊരു സന്തോഷം തന്നെ. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച കമ്പിൽ നിന്ന് 2-3 എണ്ണത്തിൽ വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കാണിക്കാവേ.
അപ്പോൾ നമ്മളൊരു 14 തരം ചെടികളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പം ഒരു കളറ് തന്നെ 2 പ്രാവശ്യം. അപ്പം ഞാൻ നേരത്തെ കാണിച്ച ഹവായി വൈറ്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണിത്. പിന്നെ അത് കുറച്ചുകൂടെ വലിയ പൂവാണ്, ഇത് ചെറിയ പൂവാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കമ്പും വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന പൂവുണ്ട്. ഇതെല്ലാം ഒരു ചെടിയിൽ തന്നെയാണ്, ഈ ഒരൊറ്റ ചെടിയിലാണ്. ഈ ഭാഗത്തോട്ടുള്ള ഇതിൽ കംപ്ലീറ്റ് പിങ്ക് ഫ്ലവറും ഇതിൽ വൈറ്റ് ഫ്ലവർ വന്ന് അതിൽ പിന്നെ അതിൻ്റെ ബോർഡറിലായിട്ട് പിങ്ക് ഷെയ്ഡും വരുന്ന തരത്തിലുള്ള ഈ ഫ്ലവറുള്ള ഈ ചെടിയിൽ നിന്നും കമ്പെടുത്ത് വെച്ചു. ഇതിൽ നിന്നെല്ലാം തന്നെ നമ്മൾ കമ്പെടുത്ത് വെച്ചിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഏതൊക്കെ കളറ് കിട്ടുന്നുള്ളത് ഇപ്പോൾ കമ്പ് കണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബുദ്ധിമുട്ടിയത് 21 ദിവസം ചെയ്തു. ഇപ്പോൾ അത് ചെയ്തിട്ട് ഒരു മാസമാകാൻ പോകുന്നു. ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്കത് വെയിലത്തോട്ട് വയ്ക്കാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇത്രയും കളറുകൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇനി 15 ദിവസം കൂടെ കഴിഞ്ഞാൽ വെയിലത്ത് വയ്ക്കാം. അതിനുശേഷം ഈ ചെടിയിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ ചെയ്തു വെച്ചത് എത്രമാത്രം സക്സസ് ആയെന്ന്. അപ്പം അതിനകത്ത് പിന്നെ ഗ്രാഫ്റ്റിംഗ് ടാപ്പൊക്കെയാണ് ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. അത് വാങ്ങിക്കുകയും ചെയ്തു ഓൺലൈനായിട്ട്. പക്ഷേ അതുകൊണ്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായി തോന്നിയത് ഈ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ചിലരെല്ലാം ഇത് ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തതായിട്ടും കണ്ടു. അപ്പോൾ അങ്ങനെ ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്താണ്. അപ്പോൾ അത് പിടിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്കത് 2-3 പോയിൻറ്റിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ വഴിയാലെ അറിയാം എത്രമാത്രം നമുക്കിത് സക്സസ് ആയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ വിചാരിക്കുന്നു 15-10-25 ദിവസം കഴിയുമ്പോഴേക്കും ഏകദേശം ഇതിൽ ഫ്ലവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. 15 ദിവസം കഴിയുമ്പോൾ നമ്മളെടുത്ത് വെയിലത്തേക്ക് വയ്ക്കും, അതോടൊപ്പം തന്നെ വളവും കൊടുക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന ഫ്ലവറുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ ഗ്രാഫ്റ്റിംഗ് ഒരു ചെടി ഇത്രയും തടിയുള്ള അല്ലെങ്കിൽ ഇത്രയും ഘനത്തിലുള്ളൊരു ചെടിയിൽ ഒരു 3-4 കളറ് ഫ്ലവർ ചെയ്ത് വെച്ചിരിക്കുന്ന ചെടിക്ക് 3000-2500 റേഞ്ച്, അതായത് ചെയ്തിരിക്കുന്ന ഇനം ഏതാണോ അതിനനുസരിച്ച് റേറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു റൂട്ട് സ്റ്റോക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയുമാണ് അതിൻ്റെ റേറ്റ്. കാരണം ബാക്കി ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ റൂട്ട് സ്റ്റോക്കിൻ്റെ പാർട്ടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് ഈ വരുന്നതിനെ മാത്രം വളരാൻ വിട്ട് അതിലുണ്ടാകുന്ന ഫ്ലവറുകൾ നല്ല രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിലയാണ് പറയുന്നത്. അപ്പം നമുക്കിത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് സക്സസ് ആയി ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് കളറ് ബൊഗൈൻവില്ല ഒരു ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചൊക്കെ നമുക്ക് റോസ് പ്ലാന്റും ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അത് യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു പിന്നെ നമ്മൾ കാട്ട് റോസ്, അതായത് ബഡ് ചെയ്ത റോസ് ഉണങ്ങിപ്പോയിട്ടുള്ള അടിയിലുള്ള പ്ലാന്റ് നന്നായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒന്ന് എൻ്റെ കയ്യിൽ കാണണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് വിവിധ കളറുകൾ റോസ് പ്ലാന്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, വിവിധ കളർ റോസ് ഒരൊറ്റ ചെടിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഗ്രാഫ്റ്റിങ്ങിലൂടെ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. നോക്കാം അതിൻ്റെ ഫലങ്ങളും എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒരു 45 ദിവസം കഴിഞ്ഞ് കാണിക്കാവേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.